മദീന പള്ളിയിലെ മിമ്പർ ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് മദീന പള്ളിയിൽ ഹബീബ് ഖുത്ബയോദാൻ ചാരി നിന്നിരുന്ന ഒരു ഈത്തപ്പനത്തടി. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസല്ലയോ ഇത്? ചാരി നിൽക്കാൻ ഒരു മരത്തിന്റെ തടി, ഈത്തപ്പനയുടെ ഉണങ്ങിയ ഒരു മരത്തിന്റെ തടിയിലേക്ക് ചാരി നിന്ന് ഖുത്ബയോദിയിരുന്ന നബി. അൻസ്വാരി പെണ്ണുങ്ങളിൽ ഒരു പെണ്ണ്, നബിയേ, എന്റെ മകൻ ആശാരിപ്പണി എടുക്കാറുണ്ട്, അങ്ങേക്ക് ഖുത്ബയോദാൻ സ്റ്റെപ്പുകളുള്ള 3 തട്ടുകളുള്ള സ്റ്റെപ്പുള്ള ഒരു മിമ്പർ ഞാൻ ഉണ്ടാക്കി തന്നാലോ എന്ന് ചോദിച്ചപ്പോ നിങ്ങളത് ചെയ്തോളൂ എന്ന് സമ്മതം കൊടുക്കുകയും അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി മിമ്പർ ഉണ്ടാക്കുകയും ചെയ്ത് സ്വഹാബിമാർ ജുമുഅക്കിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ആ മിമ്പറിന്റെ പടി കയറി അല്ലാഹുവിനെ ഹംദും സ്വലാത്തും സലാമും ചൊല്ലിയിട്ട് അയ്യുഹന്നാസ് ഉസീകും ഇബാദല്ലാഹി ബിതഖ്വല്ലാഹ് ഹബീബിന്റെ ഖുത്ബ ആരംഭിച്ചു നോക്കുമ്പോ ഫസ്വാഹത്തിൻ നഖ്ല കസ്യാഹിസ് സുബി, കുട്ടികൾ കരയുന്ന പോലെ. അതുവരെ മുത്തനബി തങ്ങൾ ചാരി നിന്നിരുന്ന മരകഷ്ണം പള്ളിയുടെ പുറത്തേക്ക് മാറ്റിവെച്ചപ്പോ കുഞ്ഞുങ്ങൾ കരയുന്ന പോലെ ആ ഈത്തപ്പനത്തടി കരയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ജീവനില്ലാത്ത വസ്തുക്കൾക്കറിയാം ഇത് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഖൈറു ഖൽഖാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാറൽ ജിദ്ഉ കമാ യഖൂറു ഥൗറു, ഒരു കാള ഒച്ച വെക്കുന്ന പോലെ ഒച്ച വെക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് തോന്നി എന്ന് സ്വഹാബിമാർ. ഫഖാമൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുതുബ കഴിഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചാരി നിർത്തിയ മരത്തിന്റെ അരികത്തേക്ക് വരികയും ഫളമ്മഹു ഇലൈഹി, നബി ഞങ്ങൾ വഹദ്ഹദഹു കമാ യുഹദ്ഹിദു അഹദുകും സുബിയ, നിങ്ങളുടെ കുഞ്ഞ് വാവിട്ട് കരയുമ്പോൾ ആ കുഞ്ഞിനെ നെഞ്ചിലേക്ക് കടത്തി ആ കുഞ്ഞിന്റെ പുറത്ത് തട്ടിക്കൊടുത്ത് ആശ്വസിപ്പിക്കുന്ന പോലെ ആ മരത്തടിയെ കൂട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസകത, അങ്ങനെയാണ് അത് ശബ്ദമടങ്ങിയത്, കരച്ചില് നിർത്തിയത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്താണ്? അമാ ഇന്നനി ലൗലം അസ്നഅ ബിഹി ഹകദാ, ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ലഹന്ന ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരെ ആ മരത്തടി അവിടെ കടന്ന് കരയുമായിരുന്നുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഈ ഹദീസ് കിടക്കുന്നത് അസ്ഹഹുൽ ഖുതുബി ബഅദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണികമായ കിതാബ് സ്വഹീഹുൽ ബുഖാരിയിലാണ് ഹദീസ് ഉള്ളത്. എന്തേ? ഒരു മരത്തടിക്കറിയാം ആരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.